ഷോർട്ട് വീഡിയോസ് ആണ് ഇടുന്നതെങ്കിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആക്കുക. വീഡിയോയിൽ ബ്ലർ ചെയ്യുന്ന ഓപ്ഷൻ പറയാമോ? ഷോർട്ടിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? കഴിവതും നമ്മൾ വേറൊരാളിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്യാം. മലയാളം സോങ് എങ്ങനെയാണ് എടുക്കുന്നത് കിട്ടുന്നത്? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ, വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വ്ളോഗും കാര്യങ്ങളും ഒന്നുമല്ല. എൻ്റെ പല വീഡിയോസിലായിട്ട് നിങ്ങൾ കുറച്ച് പേര് കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. 2 മാസത്തിന് മുന്നേ വരെയുള്ള കമൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കമൻറ്റ് നോക്കിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് അങ്ങനെ കമൻറ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് 2 മാസത്തിന് മുന്നേ വരെ ചോദിച്ച കമൻറ്റുകളുണ്ടെന്നേ. അപ്പോൾ ഞാനിവിടെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ഒരു 10-25 കമൻറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ബാക്കി ഇനിയും കമൻറ്റുകൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എഴുതി വന്നതിൽ ഇത്രയും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഈ ഇട്ട കമൻറ്റുകളിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇത്രയും ഈ 10-25 കമൻറ്റുകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ആരുടെ പേരെടുത്ത് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് ലോങ് വീഡിയോസിന് എങ്ങനെ മ്യൂസിക് ഇടുന്നതെന്ന്. ലോങ് വീഡിയോയ്ക്ക് മ്യൂസിക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇടുന്നത് ഒന്നുകിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക് ആയിരിക്കും ഞാൻ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അല്ലേ, ചെറിയ കളത്തര കേട്ടോ, ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ കവർ സോങ്സ് ഒക്കെ ഓരോരുത്തരിടത്തില്ലേ, അല്ലെങ്കിൽ ഫ്ലൂട്ടിൻ്റെ, നമ്മുടെ സിനിമാ പാട്ടിൻ്റെ മ്യൂസിക് അവർ ഫ്ലൂട്ട് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള മ്യൂസിക് കവർ സോങ്സ് ഉണ്ടല്ലോ, മ്യൂസിക്കുകൾ, അങ്ങനെ അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നമ്മളുടെ ഇതുണ്ടല്ലോ MP3 കൺവേർട്ട് ചെയ്യുന്ന ആപ്പ് വഴി കൺവേർട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ആരോടും പറയണ്ട കള്ളത്തരം. അപ്പോൾ അങ്ങനെ ഞാൻ ഇടുന്നത്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും നമുക്ക് മ്യൂസിക്, ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ഒക്കെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടാമത്തേന്ന് വെച്ചാൽ വോയിസ് റെക്കോർഡ് ചെയ്തതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. വോയിസ് റെക്കോർഡ് ചെയ്തതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യുന്നത് നമ്മൾ സെയിം ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ, എനിക്ക് ഇൻഷോട്ടിൻ്റെ കാര്യം അറിയത്തുള്ളൂ കേട്ടോ. ഇൻഷോട്ടിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തില്ലേ, അത് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ വോയിസ് റെക്കോർഡ് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് സെലക്ട് ചെയ്യുമ്പോൾ സ്പ്ലിറ്റിൻ്റെ ഓപ്ഷനൊക്കെ വരും, അത് വോയിസ് റെക്കോർഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. അതിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ വാച്ച് അവേഴ്സ് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതാണോ, അത് കുറഞ്ഞു വരുന്നുണ്ട്, അതാ ചോദിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ കൊടുത്തതാണ് കേട്ടോ. വാച്ച് അവേഴ്സ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതല്ല കേട്ടോ. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പം കാണുന്ന നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, അതല്ല നോക്കേണ്ടത്. അത് നമ്മളുടെ കഴിഞ്ഞ 28 ദിവസത്തെ ആയിരിക്കും കാണിക്കുന്നത്. അതിപ്പോൾ മുന്നോട്ട് പോകുമ്പം കുറഞ്ഞു വരും. നമ്മൾ ശരിക്കും നോക്കേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ ഏണെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഏറ്റവും താഴെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ഏണെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മളുടെ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. എത്ര സബ്ബായി, എത്ര വാച്ചവറായി, എത്ര വ്യൂസായി എന്നൊക്കെ ആ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. അതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നാലാമത്തേന്ന് പറഞ്ഞാൽ വാച്ച് ടൈം കൂടാൻ എന്താണ് ഒരു വഴി, പിന്നെ ചാനൽ മോണിറ്റൈസ് ആവാൻ എന്താണ് ചെയ്യേണ്ടത്. വാച്ച് ടൈം കൂടാനായിട്ടാണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ്, നല്ല ലോങ് വീഡിയോസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. വീഡിയോയുടെ ക്ലാരിറ്റി നല്ല രീതിയിൽ ക്ലാരിറ്റി വേണം. പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട്, മൈക്ക് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ, ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട്, പിന്നെ സൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, വേറെ ബഹളം കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക. ഇല്ലെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നീരോട്ടം വിളിക്കും പോലെ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് 4000 വാച്ച് അവർ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ട് കംപ്ലീറ്റ് ആക്കുക. ഇല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആണ് ഇടുന്നതെങ്കിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആക്കുക, 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത്, അഞ്ചാമത്തത്, വീഡിയോയിൽ ബ്ലർ ചെയ്യുന്ന ഓപ്ഷൻ പറയാമോ എന്ന്. വീഡിയോയിൽ ബ്ലർ ചെയ്യുന്ന ഓപ്ഷൻ പറയാമോ എന്ന്. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ബ്ലർ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. വേണ്ട, ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ബ്ലർ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് നമ്മുടെ എഴുതുന്ന ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ ഡീറ്റെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ, ഡീറ്റെയിൽ, അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. മൊസൈക്ക് ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ഡോട്ട്, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് ബ്ലർ ചെയ്യുന്നത് എവിടെയാണോ അവിടെ നമുക്ക് ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലർ ആയിക്കോളും. ഓക്കെ. അടുത്ത കമൻറ്റ് എന്ന് പറയുന്നത്, ലോങ് വീഡിയോസ് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും.
ഞാൻ ലോങ് വീഡിയോ അല്ലേ ഇൻഷോട്ടിൽ ചെയ്യുന്നത്. ലോങ് വീഡിയോ ചെയ്യാൻ പറ്റും, ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോട്ടോസ് തമ്പനെയിൽ വേണമെങ്കിൽ നമുക്ക് ഇൻഷോട്ടിൽ ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ലോങ് വീഡിയോസ് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് വോയിസ് റെക്കോർഡ് എങ്ങനെ ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാമോ? നമ്മൾ നമ്മളുടേതായിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നതല്ലേ നല്ലത്. ഇപ്പോൾ വേറൊരാളുടെ വീഡിയോ, ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വേറെ. റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ വോയിസ് ഇത് ചെയ്തിട്ട് എന്താ പറയുക, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഫോണിലെ വീഡിയോ കണ്ടിട്ട് മറ്റേ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൽ നിന്ന് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതും നമ്മൾ വേറൊരാളിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ നമ്മളേതായിട്ടുള്ള കണ്ടന്റ് എടുത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ അറിയാൻ വയ്യാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ യൂട്യൂബ് ഭയങ്കരമായിട്ടും സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ന് വെച്ചാൽ മലയാളം സോങ് എങ്ങനെയാണ് കിട്ടുന്നില്ല. മലയാളം സോങ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കവർ സോങ്സ് ഒക്കെ എടുത്ത് ചെറിയ രീതിയിൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ എഡിറ്റ് ഒക്കെ ചെയ്ത് ചെയ്യാം കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഇതിലൊക്കെ പ്രൊമോട്ട് ദിസ് വീഡിയോ എന്താണത്? പ്രൊമോട്ട് ദിസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലും എല്ലാത്തിലും ഉണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തരുന്ന ഒരു ഓപ്ഷനാണ്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതെനിക്ക് തോന്നുന്നു നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് ഇറക്കണം. കാശ് ഇറക്കിയാൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ കാശ് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുക, യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ സംഭവമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെയെന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ വീഡിയോ ബ്ലാങ്ക് ആയിപ്പോയി, എങ്ങനെ മാറ്റും? എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ വീഡിയോ ബ്ലാങ്ക് ആയി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അതിലെന്തെങ്കിലും സെറ്റിങ്സ് നമ്മുടെ അറിയാതെ നമ്മുടെ കയ്യോ വിരലോ തട്ടിയിട്ട് ഓണായി ബ്ലാങ്ക് ആയി പോയതായിരിക്കും. ഒന്നും കൂടി വീഡിയോ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട. നമുക്കൊരു ഇമെയിൽ ഐ ഡിയും ഒരു ഫോണും ഒരു സ്മാർട്ട് ഫോണും മാത്രം മതി, ഒരു മൊബൈൽ നമ്പരും മാത്രം മതി യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാനായിട്ട്. ഓക്കെ, നമ്മളുടെ ഫോണിൽ നമ്മുടെ മൊബൈലിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് മെയിൽ ഐ ഡിയും നമ്മളുടെ മൊബൈൽ നമ്പരും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റും. ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ ഇട്ടാൽ ക്ലാരിറ്റി ഉണ്ടോ? അത് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നോക്കുക കേട്ടോ. ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കുക. എനിക്ക് വേറെ ഇതൊന്നും തോന്നുന്നില്ല. മിക്കവരും ഇൻഷോട്ടിൽ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ വീഡിയോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പം നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ അതേ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന അതേ ക്ലാരിറ്റിയിൽ തന്നെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്മളുടെ യൂട്യൂബിൽ തന്നെ തമ്പനെയിൽസ് എങ്ങനെ വെറൈറ്റി ഒരു രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഒരുപാട് പേര് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കയറി നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്തത്, ഇത് എങ്ങനെയാണ് യൂട്യൂബിൽ ഇടുന്നത് എന്ന് കൂടി പറഞ്ഞു തരും. അതായത് ഞാനൊരു എഡിറ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റഗ്രാമിൽ ഇട്ട വീഡിയോ ആണ്, അങ്ങനെ തന്നെ ഇട്ടത്. സോങ്സ് ഇഷ്യൂ ആണ് കാണിക്കുന്നത്. യൂട്യൂബിൽ സോങ്സ് ഇട്ടപ്പോൾ ഇതുവരെ സീനില്ല. അതായത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് വേറൊരു പ്ലാറ്റ്ഫോം ആണല്ലോ, വേറൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ വേറൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഇതിൽ നിന്ന് നമ്മൾ പാട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോങ്ങിൻ്റെ ഇഷ്യൂ വരും. ഒന്നുകിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണെങ്കിൽ ആ അതിൻ്റെ പാട്ടുണ്ടല്ലോ എഡിറ്റ് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്യുക, പാട്ട് കളയുക, വീഡിയോ അങ്ങനെ തന്നെ വെച്ചിട്ട്, എന്നിട്ട് ആ സെയിം പാട്ട് തന്നെ നമ്മളുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എടുത്തിട്ട് നമ്മൾ അതിൽ ഈ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്താൽ സീനില്ല. യൂട്യൂബിൽ നിന്ന് പാട്ടെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഷോർട്ട് വീഡിയോ ആണെങ്കിലും പാട്ടെടുത്തിട്ട് യൂട്യൂബിൽ നിന്ന് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്ലോഡായ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? അപ്ലോഡായ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടൊന്നുമില്ല. അതിൻ്റെ വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ കുറച്ച് വീഡിയോസാണ്, എൻ്റെ വേറൊരു അക്കൗണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് വീഡിയോയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കണ്ടോ, ആ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേനും നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആയി പോയിക്കോളും. ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ വീഡിയോ. ചേച്ചി, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇൻ സം ടെറിട്ടറീസ് ഡോണ്ട് എഫക്റ്റ് യുവർ ചാനൽ എന്ന് വന്നു. ഇട്ടപ്പോൾ കുഴപ്പം ഉണ്ടായില്ല, ബട്ട് മോർണിംഗ് നോക്കിയപ്പോഴാണ് കണ്ടത്. ഞാൻ അപ്പോൾ ഡിലീറ്റ് ചെയ്തു, റീ അപ്ലോഡ് ചെയ്തു. എന്തെങ്കിലും സീനുണ്ടോ?
റീ അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ സെയിം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പരമാവധി നമ്മൾ വീഡിയോസ് നമ്മളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ പരമാവധി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതായത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ആക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് പരമാവധി നമ്മൾ ഒഴിവാക്കുക കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മളുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്ത് കുറയും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, നമ്മൾ പരമാവധി ഡിലീറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഗാലറിയിൽ കയറിയിട്ട് പരമാവധി നമ്മൾ കോൾ വരുന്നു ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പം ചാനലിൻ്റെ ഗ്രോത്തിനെയൊക്കെ അത് ബാധിക്കും. ചാനൽ ഡെഡായി പോകാനും എന്താ പറയുക, അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇൻഷോട്ടിൽ ചെയ്താൽ വീഡിയോ ചെറുതായി പോകുന്നു, എന്താ പരിഹാരം? ഇൻഷോട്ടിൽ ചെയ്താൽ വീഡിയോ ചെറുതായി പോകില്ലല്ലോ. അതിൻ്റെ റേഷ്യോ 16:9 റേഷ്യോയിൽ ചെയ്യാം. നമ്മൾ ലോങ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ 16:9 റേഷ്യോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ചെറുതായൊന്നും പോകത്തില്ല. ചെറുതായി കാണിക്കുന്നത് ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ചെറിയ ഭാഗം അങ്ങനെ വരുന്നത് കുഴപ്പമില്ല. 16:9 റേഷ്യോയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീനൊന്നും ഇല്ല കേട്ടോ, ലോങ് വീഡിയോ ആണെങ്കിൽ. ലോങ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സ് ആക്കിയാൽ റീയൂസ്ഡ് കണ്ടന്റ് ആകുമോ? ഇല്ല. നമ്മൾ ഇപ്പോൾ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് എന്ന് വെച്ചു, ആ ലോങ് വീഡിയോ ഒന്ന് നമ്മൾ ഇൻഷോട്ടിലാണെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനാണോ അതിൽ കയറിയിട്ട് നമ്മൾ ആ വീഡിയോ കട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോയുടെ റേഷ്യോ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു 9:9 ആ ഒരു റേഷ്യോ ആണെന്ന് തോന്നുന്നു ഷോർട്ട് വീഡിയോയുടെ. അപ്പോൾ അതിൽ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ആ റേഷ്യോയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് വരത്തില്ല കേട്ടോ. നമ്മൾ ഈ ലോങ് വീഡിയോ ചെയ്യുന്ന ആ ഒരു വീഡിയോ അങ്ങനെ ഷോർട്ട് വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂട്യൂബ് വഴി അങ്ങനെ എടുത്ത് കൺവേർട്ട് ചെയ്തിടുമ്പോൾ അത് ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനാണോ അതിൽ കയറിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. വീഡിയോ ഇട്ടതിന് ശേഷം തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വീഡിയോ ഇട്ടതിന് ശേഷം, എനിക്ക് തോന്നുന്നു ചോദിച്ചത് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം തമ്പനെയിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും ചോദിച്ചത്. അത് ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാം കേട്ടോ. തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഏറ്റവും ലാസ്റ്റുള്ള ഈ ഒരു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. ചാനലിലെ ആദ്യ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സൈഡിലെ ഫസ്റ്റ് റൈറ്റ് സൈഡിലെ 3 ഡോട്ട് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിൽ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് വരുമ്പം തന്നെ നമുക്ക് ഇവിടെ നമ്മളുടെ തമ്പനിയിൽ ഇവിടെ കാണിക്കാൻ പറ്റും. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പെൻസിലിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തു. ഓൾറെഡി യൂട്യൂബ് വീഡിയോയ്ക്കകത്തുനിന്ന് നമുക്ക് 2-3 തമ്പനെയിൽസ് തരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ വേണമെന്ന് വെച്ചാൽ നമുക്ക് തമ്പനെയിലായിട്ട് ക്രിയേറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഞാൻ എഴുതിയതിൽ ലാസ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത്, ഒരു കൊല്ലമായി ഒന്ന് റീച്ച് ആവുന്നില്ല, ഒന്ന് സഹായിക്കാമോ? വീഡിയോ ഇടുന്നതിൻ്റെ പ്രശ്നമാണോ? വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, നമ്മൾ പരമാവധി നമ്മളുടെ വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത്, നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിൽ, കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുക കേട്ടോ. അതേ ഉള്ളൂ ഒരു വഴി. എന്നാൽ മാത്രമേ നമ്മളിപ്പം നല്ല വ്യൂസ് കിട്ടിയ ആൾക്കാർ കണ്ടാൽ മാത്രമല്ലേ നമ്മളുടെ ചാനൽ ഗ്രോത്ത് ആവത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല കണ്ടന്റുകൾ ഇൻട്രസ്റ്റിങ്ങോടെ ചെയ്യാം കേട്ടോ. അതേ ഉള്ളൂ ഒരു വഴി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞു തരും കേട്ടോ. അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ വന്ന് പൊട്ടത്തരം വിളമ്പാനായിട്ട് നിൽക്കത്തില്ല, കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല. അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. See you.